മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 16/1/1991 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രാടമാണ് നക്ഷത്രം. ഉത്രാടം 4-ാം പാദം. കർക്കടക ലഗ്നം. ലഗ്നത്തിൽ ഹംസ മഹായോഗത്തോടുകൂടി വ്യാഴം, കേതു. 2, 3, 4, 5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ ബുധൻ, ഗുളികൻ. 7-ൽ വിവാഹസ്ഥാനത്ത് ചന്ദ്രൻ, സൂര്യൻ, ശുക്രൻ, ശനി, രാഹു. 8, 9, 10 ഭാവങ്ങൾ ശൂന്യം. 11-ൽ കുജൻ, 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ആദ്യമേ തന്നെ പറയാം, ആദ്യം ഒരു വിവാഹം കഴിക്കുകയും ഡിവോഴ്സ് ആവുകയും ചെയ്ത ഒരാളുടെ ഗ്രഹനിലയാണത്. എന്തുകൊണ്ടാണത്? ഇവിടെ ഹംസ മഹായോഗം ഉണ്ടായിട്ടും കർക്കടക ലഗ്നം, കർക്കടകത്തിൽ വ്യാഴം അഥവാ ഗുരു ഉച്ചസ്ഥനാവുന്നു. അതാർക്ക് നിന്നാലും. പക്ഷേ അത് കേതുവിനോടൊത്ത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള കേതു ലഗ്നത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ രാഹുവിൻ്റെ 7-ാം ദൃഷ്ടി അവിടേക്ക് വരും. അപ്പോൾ അത്തരം ഗുളികൻ്റെ സാന്നിധ്യമൊക്കെ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ ഹംസയോഗമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിന്നാലും അത് മതി. ഹംസയോഗം ബാക്കി നോക്കിക്കോളും. അങ്ങനെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കഴിയുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ ഹംസ മഹായോഗം ഉണ്ടായിട്ടും ഡിവോഴ്സ് എന്നത് വളരെ നിസ്സാരമായി സംഭവിച്ച ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണത്? ലഗ്നാൽ 7 വിവാഹസ്ഥാനം. 7-ൽ ചന്ദ്രൻ, സൂര്യൻ, ശുക്രൻ, ശനി, രാഹു. 7-ലേക്ക് ഗുളികൻ്റെ 2-ാം ദൃഷ്ടി. ഇത്രയും കാര്യങ്ങൾ ഒരു കാരണമല്ല ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം സംഭവിക്കുന്നതിന്. ഒരു 100 കാരണങ്ങളാണ്. വളരെ മോശം. 7-ാം ഭാവം എന്ന് പറയുന്നത് അങ്ങേയറ്റം മോശമാണ്. എന്നാൽ 7-ൽ നിൽക്കുന്ന ശനി ശശ മഹായോഗം അവിടെ കൊടുക്കുന്നുമുണ്ട്. മകരത്തിൽ നിൽക്കുന്നു, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു, കേന്ദ്രഭാവത്തിലാണ് ലഗ്നാൽ 7. എന്നിട്ടും വിവാഹം ഡിവോഴ്സ് ആവുകയാണ് ഉണ്ടായത്. അതിന് കാരണം 1, 7-ൻ്റെ അധിപൻ ശനി 7-ൽ നിൽക്കുന്നു. അതിനോടൊത്ത് ബദ്ധശത്രുവായ സൂര്യൻ നിൽക്കുന്നു. ഈ സൂര്യനെയും ശനിയെയും ഗ്രസിച്ചുകൊണ്ട് രാഹു. വിവാഹകാരകനായിട്ടുള്ള ശുക്രനാവട്ടെ ശത്രുവായിട്ടുള്ള ബദ്ധശത്രുവായിട്ടുള്ള സൂര്യനോടൊത്ത്, പ്രത്യേകിച്ചും രാഹുവിനോടൊത്ത് നിൽക്കുന്നു. ഇതിലേക്കെല്ലാം തന്നെ ഗുളികൻ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. വളരെ ടഫായിട്ടുള്ള ഒരു വിവാഹാവസ്ഥ തന്നെയാണ് ഈ വ്യക്തിക്ക് ആദ്യ വിവാഹം എന്ന് പറയുന്ന പ്രക്രിയയിൽ സംഭവിക്കുക. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഒരു തരിമ്പ് പോലും കുറവില്ലാതെ അത് ഡിവോഴ്സ് ആവുക തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നു. ഹംസ മഹായോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. ശരി തന്നെ. പക്ഷേ വ്യാഴത്തോടൊപ്പം കേതു നിൽക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി അവിടേക്കുണ്ട്. മാത്രവുമല്ല ശനി ആയിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, ശുക്രനായിക്കോട്ടെ, ചന്ദ്രനായിക്കോട്ടെ, ഏത് ഗ്രഹമാണെങ്കിലും നിൽക്കുന്ന രാശിയിൽ നിന്നും 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ രാഹുവിൻ്റെ, ശനിയുടെ ഒക്കെ ദൃഷ്ടി ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴത്തിലേക്ക് വരുമ്പോൾ വ്യാഴത്തിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. മോശമായിട്ടുള്ള നീചമായിട്ടുള്ള ദൃഷ്ടികൾ. നീചമെന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ നീചനായി നിന്നുകൊണ്ട് എന്നല്ല അതിനർത്ഥം വയ്ക്കുന്നത്. മോശമായിട്ടുള്ള ദൃഷ്ടികൾ, ശനി രാഹു പോലെയുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥ, ദൃഷ്ടി പ്രത്യേകിച്ചും വ്യാഴത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ആ പവർ എടുത്തിട്ട് വേണം വ്യാഴം പിന്നീട് ദൃഷ്ടി ചെയ്ത് ഇതിലേക്ക് വരാനായിട്ട്. അപ്പോൾ അതിൻ്റെ പവറിനെ, ബലത്തെ, അനുഭവ ഗുണത്തെ ഒന്നുകിൽ വൈകിപ്പിക്കും അല്ലെങ്കിൽ ഫലമില്ലാതാക്കും. അതല്ല എങ്കിൽ അല്പം നല്ലോണം മുഷിഞ്ഞ് മെനക്കെടുത്തിയ ശേഷം കാര്യങ്ങൾ കൃത്യമായി നടക്കും. എന്നാലും നേരത്തെ പറഞ്ഞ ഈ 7-ാം ഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോശാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അപ്പോഴേക്കും നടന്നിട്ടുണ്ടാകും. ഈ വ്യക്തിക്ക് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇവിടെയാണ് ഗ്രഹനിലയുടെ പ്രാധാന്യം എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ വ്യക്തി, പ്രത്യേകിച്ചും ഇദ്ദേഹം 2008 തൊട്ട് രാഹുദശയിലാണ്. അപ്പോൾ രാഹുവിന് പൂണ്ട് വിളയാടാൻ പറ്റിയ ഒരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരുന്നത്. രാഹുദശയിൽ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിവാഹവും. അത് ഡിവോഴ്സിലെത്തുകയും ചെയ്തു. ഇതിലൊരു ആശ്വാസ ഘടകമുണ്ടായതിനെ ഗുളികൻ്റെ ദൃഷ്ടിയോടെ വന്നില്ലായിരുന്നുവെങ്കിൽ ചില ആളുകളെ കണ്ടിട്ടില്ലേ, ആയുഷ്കാലവും തർക്കങ്ങൾ, വഴക്കുകളൊക്കെ ആയിട്ട് ചിലപ്പോഴൊക്കെ നല്ല രീതിയിൽ പോവുകയും അധികവും ഒരു 60% തർക്കങ്ങളും വഴക്കുകളും 40% ഭംഗിയുള്ളൊരു ജീവിതമായിട്ട് പോകുന്ന
ഒരു ലൈഫൊക്കെ ഒരു പക്ഷേ ഉണ്ടായേനെ. പക്ഷേ ഗുളികൻ്റെ ദൃഷ്ടിയോടെ വന്നതോടുകൂടി ഇത് 100% ടോക്സിക് എന്ന് പറയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മലിനപ്പെടുക എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ സംഭവിക്കും. അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും. പിന്നീട് അത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയും നിയമപരമായി ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകുകയുമാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഈ വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ തൊഴിലുകൾ സർക്കാർ മേഖലയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ട് ഒന്നിൽ കൂടുതൽ, അതായത് ഒരു തൊഴിൽ അത് വേണ്ടാന്ന് വെക്കുമ്പോൾ അടുത്തത്, അതും വേണ്ടാന്ന് വെക്കുമ്പോൾ അടുത്തത് എന്നുള്ള ക്രമത്തിൽ 2-3 തൊഴിൽ ഇദ്ദേഹത്തിന് വരികയും അതൊന്നും ചെയ്യാതെ ഇദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ് എന്ന് പറയുന്ന കാര്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് താല്പര്യം പ്രകടിപ്പിക്കുക. കാര്യം 9 ലഗ്നാൽ 9 ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ ഹംസയോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. 10ാം ഭാവാധിപനാവട്ടെ ലാഭസ്ഥാനത്തും നിൽക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില ആളുകൾ, എൻ്റെ തന്നെ അടുത്ത റിലേറ്റീവായിട്ടുള്ള ഒരാളുണ്ട്, അദ്ദേഹം പോലീസ് ഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പോലീസിൽ കിട്ടിയ ശേഷവും 3ഓളം സർക്കാർ ജോലികൾ മുൻപെഴുതിയ ടെസ്റ്റുകളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ട പ്രൊഫഷൻ പോലീസ് ആയതുകൊണ്ട് പോലീസിങ് തന്നെ തിരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. അത്തരം ആളുകളുടെ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും 10ാം ഭാവാധിപനൊക്കെ ലാഭസ്ഥാനത്ത് വന്നു നിൽക്കും. അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു ജോലി, അടുത്ത ജോലി എന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് ജോലിക്കുള്ള അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. രാഹുദശയായിട്ട് കൂടിയാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 10ാം ഭാവാധിപൻ്റെ പവർ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടുന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും ലഗ്നത്തിൽ വ്യാഴമുണ്ട്, എന്തെല്ലാം ശത്രുതകൾ ഉണ്ടെങ്കിൽ പോലും ഹംസയോഗം തന്നെയാണ്. പക്ഷേ വിവാഹം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ആദ്യം ഉണ്ടാകണമെന്നും അതിൽ പിന്നീട് അത് ഒഴിഞ്ഞു മാറിപ്പോയി പിരിഞ്ഞ് 2 ആയ ശേഷം പിന്നീടൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നും അതിൽ നിന്ന് കൃത്യമായി നാളും കാര്യങ്ങളും ഗ്രഹനിലയും ഒക്കെ ഒത്തു വന്ന് നടത്തുകയാണെങ്കിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകണമെന്നതും ഈ ജാതകത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. നേരത്തെ പറഞ്ഞ നാളും ജാതകവും പൊരുത്തവും കാര്യങ്ങളുമെല്ലാം ഒത്തുവന്ന് ആ വ്യക്തിയും ഓക്കെയാണ് അന്ന് സംസാരിച്ച് കൃത്യമായി രണ്ടുപേർക്കും ഒരേ വേവ് ലെങ്തിൽ സഞ്ചരിക്കാൻ പോകുന്നവരാണ് എന്ന് മനസ്സിലാക്കിയാൽ ധൈര്യമായി തന്നെ വിവാഹം നടത്താം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് വേണം നടത്താനായിട്ട് ഇത്തരം ജാതകർ. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്രാടമാണ് നക്ഷത്രം. സൂര്യദശയിൽ ജനിച്ചു 91 വരെ സൂര്യൻ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം ചൊവ്വ 2008 വരെ, അതിനുശേഷം നടപ്പ് ദശയായിട്ടുള്ള രാഹു 2026 വരെ, അതിനുശേഷമാണ് വ്യാഴം 16 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഹംസമഹായോഗം കൊടുക്കുന്ന വ്യാഴം. ഈ 18 കൊല്ലത്തെ എല്ലാ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളെയും വകഞ്ഞു മാറ്റി എന്തൊക്കെയാണോ പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത്, സ്വപ്നം കണ്ടിട്ടുള്ളത്, ലക്ഷ്യം വച്ചിട്ടുള്ളത് ആ വ്യക്തിക്ക് തന്നെ കിട്ടത്തക്ക രീതിയിൽ കൃത്യമായിട്ടുള്ള ചെറിയ പരിഹാരങ്ങൾ കൂടെ ചെറിയ പരിഹാരങ്ങൾ കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വ്യാഴത്തെ കൊണ്ടുള്ള എല്ലാ ഗുണങ്ങളും കിട്ടുക തന്നെ ചെയ്യും. 2042 വരെയാണ് അദ്ദേഹത്തിൻ്റെ വ്യാഴദശ. അതിനുശേഷം ശനിദശയാണ് 2061. ശശയോഗം കൊടുക്കുന്ന ശനിയാണെങ്കിൽ പോലും രാഹു ഉള്ളതുകൊണ്ടും ഗുളികൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ടും ശനിദശ ഗംഭീരം എന്നൊന്നും പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശനിദശയ്ക്ക് ശേഷം ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൽ ചൊവ്വ എന്ന് വെച്ചാൽ രാഹുവിൻ്റെ ഏറ്റവും എൻഡിങ് പീരീഡ്, അവസാനത്തെ അപഹാരമാണ് ചൊവ്വ. രാഹുൽ വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, അതിൽ ഈ പറയുന്ന ചൊവ്വ. ഇത്രയും അപഹാരങ്ങൾ കഴിഞ്ഞിട്ട് ചൊവ്വയുടെ അപഹാരത്തിലേക്ക് എത്തി. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ 2026 ഓഗസ്റ്റ് 8 ഈ ഒരു ഡേറ്റ് കഴിയുന്നതോടുകൂടി രാഹുവിൽ ചൊവ്വ എന്ന് പറയുന്ന അവസ്ഥയും കൂടെ തീർന്നാൽ രാഹുദശ 18 കൊല്ലം കൊണ്ട് സഹിക്കുന്ന, ക്ഷമിക്കുന്ന, അനുഭവിപ്പിക്കുന്ന രാഹുദശ തീർന്നു. പ്രത്യേകിച്ചും ഗുളികൻ്റെയൊക്കെ ദൃഷ്ടിയിൽ വരുന്ന രാഹു എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമാണ്. ഗുളികൻ വളരെ അപകടകാരിയായിട്ടുള്ള ശനിപുത്രനായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഈ എല്ലാ ഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും ചന്ദ്രൻ, ശുക്രൻ, സൂര്യൻ, ശനി, രാഹു, പ്രത്യേകിച്ചും ഗുളികൻ നിൽക്കുന്നത് തന്നെ ബുധനോടൊത്ത്, അറിവിൻ്റെ കാരകൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ അറിവിനെ, ബുദ്ധിയെ, ഓർമ്മയെ തന്നെ നശിപ്പിക്കും. ഏതെങ്കിലുമൊക്കെ രീതിയിൽ അബദ്ധങ്ങൾ പറ്റാൻ സഹജമായ സാധ്യത.
അപ്പം ഈ രാഹുദശ തീരുന്ന മുറയ്ക്ക് കൃത്യമായിട്ടുള്ള വളരെ ചെറിയ പരിഹാരങ്ങൾ തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് വ്യാഴദശ അങ്ങേയറ്റം മികവുറ്റതാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇത്രയുമാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള, പെട്ടെന്ന് വീക്ഷിക്കുന്ന സമയത്ത് പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.